പതിറ്റാണ്ടുകളോളം രാജ്യത്തെ പ്രധാന സംഭവങ്ങളും രാഷ്ട്രീയത്തിലെ സുപ്രധാന ചലനങ്ങളും പകർത്തിയ ഫോട്ടോഗ്രാഫറാണ് വിടവാങ്ങിയത്. നിശ്ചല ദൃശ്യങ്ങളിലൂടെ ചരിത്രം രചിച്ച വ്യക്തിയായ രഘുറായ് ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആത്മാവിനെ ക്യാമറക്കണ്ണുകളിലൂടെ ലോകത്തിന് കാട്ടിക്കൊടുത്ത അപൂർവ പ്രതിഭാശാലി രഘുറായ്. നിശ്ചല ഫ്രെയിമുകളിലൂടെ ജീവിതത്തിന്റെ ചടുലതയെയും ആത്മാവിനെയും രഘുറായ് ചിത്രങ്ങളിലേക്ക് ആവാഹിച്ചു. 1984 ഭോപ്പാൽ ദുരന്തത്തിന്റെ ചിത്രങ്ങളാണ് രഘുറായിയെ ലോകശ്രദ്ധയിൽ എത്തിച്ചത്. ഭോപ്പാൽ ദുരന്തത്തിന്റെ ഭീകരതയും വേദനയും വിളിച്ചോതുന്ന രഘുറായിയുടെ കറുപ്പും വെളുപ്പും ചിത്രങ്ങൾ ലോകത്തെ പിടിച്ചുലച്ചു. ദുരന്തത്തിൽ മരിച്ച ഒരു കുഞ്ഞിനെ അടക്കം ചെയ്യുന്ന ചിത്രം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേദനയേറിയ ദൃശ്യങ്ങളിലൊന്നായി നിലനിൽക്കുന്നു. ഭാരതീയ ജീവിതത്തിന്റെ വൈവിധ്യങ്ങളായിരുന്നു രഘുറായിയുടെ പ്രധാന പ്രമേയങ്ങൾ. മദർ തെരേസ, ഇന്ദിരാഗാന്ധി, സത്യജിത് റേ, പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയവരുടെ ജീവിതം രഘുറായ് ക്യാമറയിൽ പകർത്തി. തിരുവോരങ്ങൾ, ഉത്സവങ്ങൾ, ഗ്രാമീണ ജീവിതം എന്നിവയിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരുടെ ജീവിതത്തിന്റെ നേർചിത്രം രഘുറായ് ലോകത്തിന് മുന്നിലെത്തിച്ചു. കാശിയും ഹിമാലയവും രഘുറായിയുടെ ലെൻസിലൂടെ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തി. ഫോട്ടോഗ്രഫി എന്നത് ഒരു നിമിഷത്തെ അതിന്റെ പൂർണ്ണതയിൽ തടവിലാക്കുന്ന കലയും അനുഭവവും എന്നാണ് രഘുറായ് പറഞ്ഞിരുന്നത്. ആയിരത്തി 1942 ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജനിച്ച രഘുറായ് സിവിൽ എഞ്ചിനീയറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. 1965 23-ാം വയസ്സിൽ ഫോട്ടോഗ്രഫിയിലേക്ക് തിരിഞ്ഞു. 1966 ദി സ്റ്റേറ്റ്സ്മെനിലാണ് തുടക്കം. പിന്നീട് സൺഡേ മാഗസീന്റെയും ഇന്ത്യ ടുഡേ മാഗസീന്റെയും ഫോട്ടോ എഡിറ്ററായി പ്രവർത്തിച്ചു. 1977 ലോകപ്രശസ്ത ഫോട്ടോഗ്രഫി കൂട്ടായ്മയായ മാഗ്നം ഫോട്ടോസിലേക്ക് ഇതിഹാസ ഫോട്ടോഗ്രാഫർ ഹെൻറി കാർട്ടിയർ ബ്രസൻ രഘുറായിയെ നാമനിർദ്ദേശം ചെയ്തു. ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിരുന്നു രഘുറായ്. 1972 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഫോട്ടോഗ്രഫി മേഖലയിലെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും രഘുറായ് നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ഫോട്ടോഗ്രഫിയിലെ വിഗ്രഹപുരുഷനെയാണ് രഘുറായിയുടെ വിയോഗത്തിലൂടെ ഇന്ത്യക്ക് നഷ്ടമായത്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.